ത്തിലും സമയത്തുണ്ട്. ഞങ്ങളെ നാടകം കാണാനും റിഹേഴ്സൽ കാണാനൊക്കെ വരാറുണ്ട്. പിന്നെ ബേപ്പൂരാണ് ഇയാൾ. ഞാൻ 20 കൊല്ലമായിട്ടുള്ളൂ ബേപ്പൂർ അങ്ങോട്ട് താമസം മാറ്റിയിട്ട്. അതിനു മുമ്പേ കല്ലായിൽ വരും. എസ് കെ പൊറ്റക്കാടിൻ്റെ വീട്ടിൽ വരുമ്പോഴുള്ള ബന്ധു അടുപ്പും എസ് കെ ഞാനിൽ ഭയങ്കര അടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ആ ബന്ധത്തിൽ കൂടെ ബഷീർക്ക് വന്നു. പിന്നെ കെ കൊടുങ്ങല്ലൂർ, ഞങ്ങൾ കോഴിക്കോടിലെ എല്ലാ ആളുകളും ഇടയ്ക്കിടയ്ക്ക് ബേപ്പൂർ പോക്കും അവിടെ ചായ കൂടിയും ഭക്ഷണം കഴിക്കൽ തിരിച്ചു വരവ് ഒക്കെ ഉണ്ടായിരുന്നു. സുർമയിട്ട കണ്ണുകൾ തന്നെ PA മുഹമ്മദ് ഖാൻ്റെ ഒരു നോവല് സിനിമയാക്കാൻ വെച്ചു. കോഴിക്കോട്ടുകാരനായ എസ് കോന്നനാട്ട് സ്വാമിക്കുട്ടിയേട്ടൻ സിനിമയാക്കുന്നു. അപ്പോൾ സിനിമയാക്കാൻ കോഴിക്കോട് വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടൊന്ന് ബേപ്പൂർ പോയിട്ട് ഗുരുവിനോട് ആശീർവാദം വാങ്ങാമെന്നുള്ളൊരു ചടങ്ങുണ്ട്. ഇയാളെ PA മുഹമ്മദ് ഖാൻ ബഷീർക്കിനെ ഗുരുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ബേപ്പൂർ വന്നു. ഞങ്ങളിങ്ങനെ ഒരു സിനിമ പ്രവർത്തനമായിട്ട് വന്നാണ് സുർമയിട്ട കണ്ണുകൾ. PAൻ്റെ സുർമയിട്ട കണ്ണുകൾ സിനിമയാക്കുന്നു. അതിന് എല്ലാ അനുഗ്രഹവും വേണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ബഷീർക്ക് പറഞ്ഞു, ഇതേതായാലും ഒരു മുസ്ലിം സബ്ജക്റ്റാണ്, കോഴിക്കോട്ട് വെച്ചെടുക്കുന്നു. ഇവൻ ഇവിടെ സിനിമയിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വേഷം അവനുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് ബഷീർക്ക് പറഞ്ഞപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റാതെ ഇല്ലയെന്ന് പറയാനും പറ്റാതെ അങ്ങനെ എന്നോട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹോട്ടലിൽ വരും വൈകുന്നേരം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, ഇതെല്ലാം ഓൾറെഡി ഫിക്സായി കഴിഞ്ഞു, വേഷമൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു കൃഷ്ണൻകുട്ടിയുണ്ട്, ചായപ്പൊടി കൃഷ്ണൻകുട്ടി എന്ന് പറയും. ആ കൃഷ്ണൻകുട്ടി സ്വാമിക്കുട്ടിയായിട്ട് ഡയറക്ടർ വളരെ അടുത്ത സുഹൃത്താണ്. ആ കൃഷ്ണൻകുട്ടിക്ക് സ്വാമിക്കുട്ടിയായിട്ടും വിളിച്ചൊരു വേഷം കൊടുത്തു, കുതിരവണ്ടിക്കാരൻ. ഇത് അറബി കഥ. അറബി ഇവിടെ കോഴിക്കോട് വന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടാണ് ആ ബന്ധത്തിൻ്റെ. ആ കാലത്ത് അറബികൾ വന്നാൽ കുതിരവണ്ടിയിലാണ് പോവുക. അപ്പോൾ കൃഷ്ണൻകുട്ടിയെ കുതിരവണ്ടിക്കാരനായിട്ട് വേഷം കൊടുത്തു. അത് റോളൊന്നുമില്ല, എപ്പോഴും കുതിരവണ്ടി കാണിക്കുമോ, 1-2 സമയത്ത് കാണിക്കും. അതിൽ വണ്ടിക്കാരനൊന്ന് കാണിച്ചെങ്കിലായി. വണ്ടിയിലിരിക്കുന്ന KP ഉമർ അറബിയല്ലേ കാണിക്കുക. അപ്പോഴും വേഷം കൊടുത്തു കഴിഞ്ഞു. പിന്നെ എനിക്ക് വേഷമല്ല, ബഷീർ പറഞ്ഞതിൻ്റെ പേരിൽ തരാതിരിക്കാനും പറ്റാത്തതുകൊണ്ട് അവർ കുടുങ്ങി. പിന്നെ അവരെല്ലാം കൂടി തീരുമാനിച്ചു, കുതിരക്ക് പുല്ല് കൊടുക്കാനൊരാൾ ആയിക്കോട്ടെ എന്നുവെച്ചാൽ വെറുതെ കെട്ടിക്കയറ്റിയതാണ്. ശരി, അങ്ങനെ ആക്കി. ഞാൻ വിചാരിച്ച് എതിർത്തില്ല, ഓക്കെ. പിന്നെ അങ്ങനെ എടുത്തു വന്നപ്പോൾ നെല്ലിക്കോട് ഭാസ്കരേട്ടനും ബഹദൂർക്കൊക്കെയാണ് സീനിൽ കൂടുതലുള്ളത്, ചായക്കടയിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പം ബഹദൂർക്കും ഭാസ്കരേട്ടനും പറയും, ഇവനെ മാമൂൻ അങ്ങനെ വെറുതെ വേണ്ട, നമുക്ക് ഈ ഇതിലൊക്കെ എഴുതി കയറ്റാന്ന് പറഞ്ഞിട്ട് സീൻ വാങ്ങിയിട്ട് ഇവർ തന്നെ എഴുതി ചേർക്കൽ തുടങ്ങി. അപ്പം അങ്ങനെ കുറേ പല സീനുകളിൽ ഞാൻ അങ്ങനെ കയറി വന്നു. ഇടയ്ക്കൊരു ഫ്രഞ്ച് സിനിമയിലും മുഖം നോക്കി. ആ കഥ ഇങ്ങനെ. ഇവിടെ ഫെസ്റ്റിവലിന് വരുന്ന സമയത്ത് ഒരു ഫ്രഞ്ച് ഡയറക്ടർ ഷാജി എൻ കരുണനോട് ഈ കഥയും സംഭവങ്ങളും പറഞ്ഞപ്പോൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 1-2 ആർട്ടിസ്റ്റുകൾ മലയാളികൾ വേണം, കേരളത്തിൽ നിന്ന് വേണം. അപ്പോൾ അതാര് വേണമെന്നുള്ളത് ഇവർ കാസറ്റ്, ആ കാലത്ത് കാസറ്റൊക്കെ ഇട്ട് കണ്ടപ്പം എന്നെയും തിലകനെയുമാണ് അവർ സെലക്ട് ചെയ്തത്. തിലകൻ ചേട്ടൻ പിന്നെ അതിന് വന്നില്ല, കാരണം ഒരു തീരെ അപ്രധാനമായിട്ടുള്ളൊരു വേഷമാണ്. ഒരു നാട്ടും പുറത്ത് കട്ടക്കമ്പനി, വയലിൽ ഇഷ്ടിക ഉണ്ടാക്കുന്ന കട്ടക്കമ്പനി മുതലാളി, വലിയ റോളൊന്നുമില്ല. അങ്ങനെ കറുത്തിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയേ ഉള്ളൂ, ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. അതിന് തിലകൻ നിന്നില്ല. അവർക്ക് തിലകൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് അവർ രൂപം കിട്ടിയപ്പം വിളിച്ചാൽ തിലകൻ പോയില്ല. എൻ്റെത് പിന്നെ ത്രൂ ഔട്ട് ഉള്ളതാണ്. അതൊരു ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനത്തിൻ്റെ മിഷനറി വരുന്നു, അയാൾക്കൊരു കാളവണ്ടി പിടിക്കുന്നു. കാളവണ്ടിയിൽ പ്രൊജക്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇയാൾ കൂടിയ ചന്തസ്ഥലങ്ങളിലൊക്കെ പോവുക, അവിടുന്ന് പ്രൊജക്ടർ വർക്ക് ചെയ്യുക, ഞാൻ സ്ക്രീൻ പിടിച്ചേക്കും. അതിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ഈ മഹാത്മ്യങ്ങളൊക്കെ കാണിച്ച് പറയും, ഇയാളെ പ്രസംഗം, ഇതൊക്കെയാണ് വിഷയം. പല സ്ഥലത്തുനിന്നും അടികിട്ടും വേറ് കിട്ടും. അടികിട്ടാന്ന് പറഞ്ഞാൽ ഈ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അമ്പല നടയിൽ പോയിട്ടൊക്കെ ഇത് കാണിക്കാൻ നിന്നാൽ ആൾ എതിർക്കില്ല. അങ്ങനത്തെ ഒരു സബ്ജക്ട്